പൂനെയിൽ നിന്ന് കാണാതായ മലയാളി സൈനികൻ വിഷ്ണു തിരികെ നാട്ടിലെത്തി. കാണാതായി 16 ദിവസത്തിനു ശേഷം ബംഗളൂരുവിൽ നിന്ന് കണ്ടെത്തിയ വിഷ്ണുവിനെ രാവിലെയാണ് കോഴിക്കോട് എലത്തൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത്. സാമ്പത്തിക ബുദ്ധിമുട്ടാണ് മാറി നിൽക്കാൻ കാരണമെന്നും എല്ലാവരെയും ബുദ്ധിമുട്ടിച്ചതിൽ പ്രയാസമുണ്ടെന്നും വിഷ്ണു പറഞ്ഞു. ചൊവ്വാഴ്ച രാത്രി ബംഗളൂരു മജസ്റ്റിക് റെയിൽവേ സ്റ്റേഷന് സമീപമാണ് പോലീസ് സംഘം വിഷ്ണുവിനെ കണ്ടെത്തുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണമാണ് നാട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നതെന്ന് വിഷ്ണു. ഇപ്പോൾ കുഴപ്പമില്ല, ഇപ്പോൾ ഹാപ്പിയാണ് ഞാൻ. കാരണം സാറുമാരും ഒരുപാട് പേര് ബുദ്ധിമുട്ടി, അതിലൊരു വിഷമമുണ്ട്. മകന് സാമ്പത്തിക പ്രയാസങ്ങൾ ഉള്ളത് അറിയില്ലായിരുന്നുവെന്നും തിരിച്ചു വന്നതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് വിഷ്ണുവിന്റെ മാതാപിതാക്കൾ പ്രതികരിച്ചു. പ്രശ്നങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടുമില്ല, അവൻ ഇങ്ങോട്ടും പറഞ്ഞില്ല. ഞാൻ ചോദിക്കാറുണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നല്ലേ, പക്ഷേ അവൻ ഇതുവരെ അങ്ങനെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല, സാമ്പത്തികത്തിൻ്റെ കാര്യമൊന്നും പറഞ്ഞില്ല. പിന്നെ ഇന്നിപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ ചെറിയ വിഷമമുണ്ടെന്ന് അവരോട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഏതായാലും ഹാപ്പിയാണ്. എല്ലാവർക്കും നന്ദി പറയുന്ന CSRനും എല്ലാവർക്കും. എന്താ കാരണം എന്നറിയൂല, മാറി നിൽക്കേണ്ട അവസ്ഥ. 2025 ന്യൂ ഇയർ സന്തോഷമായി. ഫോൺ കോളുകൾ, 1500-ലധികം CCTVകൾ, ബാങ്ക് പണമിടപാട് എന്നിവ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് കേസിൽ വഴിത്തിരിവായത്. എലത്തൂർ സബ് ഇൻസ്പെക്ടർ മുഹമ്മദ് സിയാദ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ അതുൽ കുമാർ, സിവിൽ പോലീസ് ഓഫീസർ വൈശാഖ് എന്നിവരടങ്ങിയ സംഘമാണ് വിഷ്ണുവിനെ കണ്ടെത്തിയത്. ഏകദേശം ഒരു 1500ഓളം CCTV ക്യാമറകൾ, അത് ഛത്രപതി ശിവജി ടെർമിനലിലെ അടക്കം CCTV ക്യാമറകൾ പരിശോധിച്ചതിൽ അദ്ദേഹം ഉദ്യാൻ എന്ന ട്രെയിനിൽ ബാംഗ്ലൂരിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാവുകയും തുടർന്ന് ഇന്നലെ ഉച്ചയോടുകൂടി ഏകദേശം നമുക്കൊരു ധാരണ കിട്ടുകയും വൈകുന്നേരം ഒരു 6 മണിക്ക് ശേഷം ഇദ്ദേഹത്തെ ബാംഗ്ലൂർ വെച്ച് കണ്ടെത്തുകയാണ് ഉണ്ടായിട്ടുള്ളത്. നേരത്തെ ഒരു 10-15 ലക്ഷം രൂപ ലോൺ ഉണ്ടായിരുന്നു. രണ്ടാമത്തെ അതിൽ നിന്ന് കുറച്ച് ശമ്പളത്തിൽ നിന്ന് അത് പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട് അടുത്ത് വരുന്നപ്പോൾ തന്നെ വേറെ വീട്ടിൽ കുറച്ച് പണി കിടക്കുന്നുണ്ട്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പൈസ അത്യാവശ്യമാണ്. അപ്പോൾ അത് നിലവിലില്ലാതെ ഇങ്ങനെ വീട്ടിലേക്ക് വരാനുള്ള ബുദ്ധിമുട്ട് അദ്ദേഹത്തിന് കുറച്ച് ദിവസത്തേക്ക് മാറ്റിയെടുത്താൻ വേണ്ടി, ഒരു മൈൻഡ് ക്ലിയർ ആവാൻ വേണ്ടി മാറ്റിയെടുത്താൻ വേണ്ടി ആണ് എനിക്ക് തോന്നിയത്. അദ്ദേഹം പറഞ്ഞത് അങ്ങനെ തന്നെയാണ്, എനിക്ക് അന്വേഷണത്തിലും അങ്ങനെയാണ് തോന്നിയത്. വേറെ യാതൊരു വിധ ബുദ്ധിമുട്ടും കണ്ടിട്ടില്ല. ലീവിന് നാട്ടിലേക്ക് വരുന്നുണ്ടെന്ന് ഡിസംബർ 16-ന് വിഷ്ണു അമ്മയെ ഫോണിൽ അറിയിച്ചിരുന്നു. 17-ന് കണ്ണൂരിലെത്തിയതായി വാട്സപ്പ് സന്ദേശം കൈമാറുകയും ചെയ്തു. രാത്രിയായിട്ടും വീട്ടിലെത്താതിരിക്കുകയും ഫോണിൽ ബന്ധപ്പെടാൻ സാധിക്കാതിരിക്കുകയും ചെയ്തതോടെയാണ് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയത്. ഈ മാസം 11-നാണ് വിഷ്ണുവിന്റെ വിവാഹം. 24 കോഴിക്കോട്.